ഗൂഗിൾ ക്രോം ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യുന്ന ഫയലുകൾ സേവ് ആകുന്ന ലൊക്കേഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. നമുക്ക് ഗൂഗിൾ ക്രോമിൻ്റെ മുകൾ വശത്തായിട്ട് 3 ഡോട്ടുകളുള്ള ഒരു ഐക്കൺ കാണുവാൻ സാധിക്കും. അതിനെ കസ്റ്റമൈസ് ആൻഡ് കൺട്രോൾ ഗൂഗിൾ ക്രോം എന്നാണ് പറയുന്നത്. അത് ഓപ്പൺ ആക്കുക. അതിനുശേഷം നമ്മൾ സെറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിലേക്ക് പോകും. അവിടെ നമുക്ക് സൈഡിലായിട്ട് യു ആൻഡ് ഗൂഗിൾ ഓട്ടോ ഫില്ല്, സേഫ്റ്റി ചെക്ക് എന്നൊക്കെ പറഞ്ഞ് കുറേയധികം ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിന് താഴെയായിട്ട് അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടേക്ക് പോകുക. അപ്പോൾ അവിടെ ലാംഗ്വേജ്, ഡൗൺലോഡ്സ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഓപ്ഷൻ ലഭിക്കും. അവിടെ നമ്മൾ ഡൗൺലോഡ്സിലേക്ക് പോവുക. ഇവിടെ നമുക്ക് ഡൗൺലോഡ്സിൻ്റെ ലൊക്കേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഡ്രൈവിൽ വർക്ക് റോ എന്ന് പറയുന്നൊരു ഫോൾഡറിലാണ് ഇപ്പം കാര്യങ്ങൾ ഡൗൺലോഡ് ആകുന്നത്. നമുക്കത് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി നമുക്കിവിടെ ചേഞ്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടേക്ക് പോവുക. അപ്പോഴേക്ക് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള ഫോൾഡറുകൾ കാണാൻ സാധിക്കും. നമുക്ക് എവിടെയാണോ നമുക്ക് സേവ് ചെയ്യേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഫോൾഡർ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം സെലക്ട് ഫോൾഡർ എന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഡൗൺലോഡ് ലൊക്കേഷൻ ചേഞ്ച് ആയിട്ടുണ്ട്. ആസ്ക് വെയർ ടു സേവ് ഈച്ച് ഫയൽ ബിഫോർ ഡൗൺലോഡിംഗ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നമ്മൾ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഓരോ തവണ നമ്മൾ ഫയൽസ് ഡൗൺലോഡ് ചെയ്യുമ്പോഴും എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കുവാനുള്ളൊരു അവസരം കൂടി ലഭിക്കുന്നുണ്ട്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുവാൻ വേണ്ടി ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക.